പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛനെ വെട്ടിയ ശേഷം വീടിന് മുകളിൽ ഒളിച്ചിരുന്ന മകൻ 5 മണിക്കൂർ നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയ ശേഷം പോലീസിൽ കീഴടങ്ങി. മുത്രത്തിക്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മേക്കാടൻ വീട്ടിൽ 68 വയസ്സുള്ള ശിവനെയാണ് മകൻ വിഷ്ണു വെട്ടിയത്. കഴുത്തിന് വെട്ടേറ്റ ശിവനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. 40 ദിവസത്തോളമായി വിഷ്ണു വീട്ടിൽ തനിച്ചായിരുന്നു താമസം. മകളുടെ വീട്ടിലായിരുന്ന ശിവൻ ലൈഫ് പദ്ധതിക്ക് പഞ്ചായത്തിൽ സമർപ്പിക്കാൻ വീടിനുള്ളിൽ നിന്ന് രേഖകളെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഭാര്യ ലതികയും ഒരു ബന്ധുവും ഒപ്പമുണ്ടായിരുന്നു. ഇവരെ വീടിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന വിഷ്ണു രേഖകൾ കിണറ്റിലിട്ടതായി പറഞ്ഞു. വീട്ടുകാർ നോക്കിയപ്പോൾ വസ്ത്രങ്ങളും രേഖകളും കിണറ്റിൽ കിടക്കുന്നത് കണ്ടു. പ്രകോപിതനായ ശിവൻ ദേഷ്യപ്പെട്ട് വിഷ്ണുവുമായി വാക്കുതർക്കം നടന്നു. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന കൊടുവാളുകൊണ്ട് വിഷ്ണു ശിവനെ വെട്ടുകയായിരുന്നു. 4 തവണ വെട്ടിയ ശേഷം വിഷ്ണു അമ്മയെ വെട്ടാൻ ശ്രമിച്ചെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ബന്ധു തടഞ്ഞു. ഇയാൾ തന്നെയാണ് പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് വിഷ്ണു കത്തിയുമായി വീടിന്റെ മച്ചിൽ കയറിയിരുന്നു. മച്ചിലേക്കിറങ്ങാനുള്ള ബുദ്ധിമുട്ടും വിഷ്ണു എങ്ങനെ പ്രതികരിക്കുമെന്ന ധാരണയില്ലാത്തതും മൂലം പോലീസ് തിടുക്കപ്പെട്ട നടപടിക്ക് ഒരുങ്ങിയില്ല. ഏറെ നേരം അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വഴങ്ങാതിരുന്നതോടെ പോലീസും നാട്ടുകാരും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. വീടിന്റെ തട്ടിന്റെ 4 ജനലുകൾ പൊളിച്ച് പോലീസ് അകത്തു കടക്കാൻ ഒരുങ്ങുന്നതിനിടെ മച്ചിന്റെ വാതിൽ വഴി വിഷ്ണു ഓടിന് മുകളിലേക്ക് ചാടി. പിന്നെയും ഇയാളെ അനുനയിപ്പിക്കാൻ പോലീസും നാട്ടുകാരും ശ്രമം തുടർന്നു. വൈകിട്ട് 5:30 വിഷ്ണു പോലീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി താഴെ ഇറങ്ങുകയായിരുന്നു. പുതുക്കാട് പോലീസ് SHO ആദം ഖാൻ, SI N പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിഷ്ണുവിനെ അനുനയിപ്പിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആയോധന കലകളിൽ വിദഗ്ധനായിരുന്ന വിഷ്ണു വീടിനകത്ത് ആഭിചാരക്രിയകളും ചെയ്തു വന്നിരുന്നു. പൂജാകർമ്മങ്ങൾ നടന്നിരുന്ന മുറിക്കകത്ത് കോഴി, മദ്യം എന്നിവയും വിവിധ തരം ആയുധങ്ങളും പോലീസ് കണ്ടെത്തി. മാതാപിതാക്കളെ വീട്ടിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന വിഷ്ണു 40 ദിവസത്തോളമായി ഒറ്റയ്ക്ക് താമസിച്ച് വീടിനകത്ത് ആഭിചാരക്രിയകൾ നടത്തിവരികയായിരുന്നു. ഇതിനിടെ പലതവണ ശിവൻ വീട്ടിലേക്കെത്തിയെങ്കിലും വിഷ്ണു വഴങ്ങിയില്ല. ശനിയാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വഴക്കും അക്രമവും ഉണ്ടായത്. പോലീസ് ഓടുപൊളിച്ച് മച്ചിനുള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോഴെല്ലാം കടക്കുന്നവനെ കൊല്ലുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും വിഷ്ണു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. 2 കത്തികൾ കയ്യിൽ കരുതിയിരുന്ന വിഷ്ണുവിനെ പ്രകോപിപ്പിക്കാൻ പോലീസും തയ്യാറായില്ല. പുതുക്കാട് പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. TCV ന്യൂസ്, പുതുക്കാട്.